കിരീടം എന്നും എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ, ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ പാട്ട് കേട്ടാൽ ആ സിനിമ മുഴുവൻ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തും. അത്ര ശക്തമായ പ്രമേയമായിരുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും അന്തർലീനം അല്ലെങ്കിൽ അതിൽ അടങ്ങിക്കിടക്കുന്നത് സ്നേഹമാണ്. സ്നേഹം മാത്രമാണ്. അച്ഛനും മകനോടുള്ള സ്നേഹം, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം. അപ്പം സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരുപാട് മുമ്പ് തന്നെ എനിക്ക് മനസ്സിൽ കൊണ്ട് നടക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്കത് അത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ കാരണം. പക്ഷെ ആ സിനിമയിൽ തന്നെ നമ്മൾ ഈ കണ്ട രംഗത്തിൽ അത് പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. താങ്കളുടെ ചില മനോധർമ്മം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുല്ല് കടിച്ച് ചമയ്ക്കുന്നതൊക്കെ അതൊന്നും പിന്നെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ലല്ലോ. അത്തരം സംഭവങ്ങൾ താങ്കൾക്ക് പെട്ടെന്ന് മനോധർമ്മം പോലെ വരുന്നത് തന്നെയല്ലേ? ഇപ്പം ഈ സീനിൽ കണ്ടത്, അയാൾ എൻ്റെ അടുത്തേക്ക്, ആരും എൻ്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് സീതമാധവൻ ഇങ്ങനെ ചവയ്ക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ ചെയ്തപ്പം സിബി അതങ്ങനെ ചെയ്യേണ്ടെന്നും പറഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത്, ഒരു മനുഷ്യൻ്റെ മാനസിക നില തെറ്റാൻ തുടങ്ങുന്ന സമയത്ത് അയാളിലുണ്ടാകുന്ന ഒരു ജസ്റ്ററാണ് ചവയ്ക്കുക എന്നുള്ളത്. ഒരുപാട് പേരെ ഞാൻ പിന്നാൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഈ ജോ മൂവ്മെൻ്റ് എന്ന് പറയുന്ന വൺ ഓഫ് ആ ഡിറെയിൽമെൻ്റ് അല്ലെങ്കിൽ ഡിസോറിയൻറ്റേഷൻ തുടങ്ങുന്ന സമയത്തെ ഒരവസ്ഥയാണ്. അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ മനോധർമ്മം എന്നും പറയാൻ പറ്റില്ല, അത് വേറെന്തോ ധർമ്മമാണ്. പ്രണയത്തിലും അങ്ങനെ ഒരു രംഗം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ മൂക്കിങ്ങനെ തൊടുന്ന ഒരു രംഗവും അതേപോലെ ഈ അത്തരം അല്ല, നമ്മൾ പിൽക്കാലത്ത് എവിടെയോ കണ്ടിട്ടുണ്ടാകാം. പാരാലിസിസ് അങ്ങനെ വന്ന ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മൂക്കിങ്ങനെ ആക്കുന്ന ഒരു ഉണ്ട്. തന്മാത്രയിൽ അതുപോലത്തെ പല രംഗങ്ങളുമുണ്ട്. അപ്പം അത് അറിയാതെ സംഭവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ, നമ്മൾ സിനിമ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കഥാപാത്രം നമ്മളെ തേടിയെത്തുന്നു. അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.